ടോട്ടൽ റിസൾട്ട് വരുന്ന സമയത്ത് 99.8%. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ്. ഇവിടെ അങ്ങനെ സെലക്ട് ചെയ്തിട്ട് ആരെയും പരീക്ഷയ്ക്ക് ഇരുത്തുന്നതല്ല. സാധാരണ സ്കൂളിൽ നിന്ന് വരുന്ന സാധാരണ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ആ കുട്ടികളെ ഡയറക്റ്റ് പരീക്ഷയ്ക്ക് ഇരുത്തിയിട്ട് അവർക്കൊരു സ്പെഷ്യലായിട്ട് വേറെ ഒരു ക്ലാസ്സുകളും ഇല്ല. സാധാരണ എല്ലാവർക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്ന മാതിരിയുള്ള ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് പോലും 99.80 റിസൾട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗം തന്നെ. കഴിഞ്ഞ 18 വർഷമായിട്ട് ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തിയിരുന്നു 2500 വരെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന പുതിയ ആ നിലപാടിൻ്റെ അനുസരിച്ചാണ് ഇത്രയും ക്ഷീണം പറ്റിയിട്ടുള്ളത്. സാധാരണ രൂപത്തിൽ ഒരു 2800 വരെയൊക്കെ കുട്ടികളുണ്ടായിരുന്നു. അതിൽ കുറഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിറഞ്ഞു നിൽക്കുമ്പോൾ ആ നിറഞ്ഞു നിൽക്കുന്ന കുട്ടികളെങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത്, അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഹ്ലാദം തന്നെയാണ്. ഇത്രയും കുട്ടികളെ സാധാരണക്കാർ ഉച്ചക്ക് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് അവിടുന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. അത്രയും ആ കുട്ടികളാണ് ഈ നല്ല രംഗത്ത് വരുന്നത്. ഇവരെ ഇപ്പോൾ കഴിഞ്ഞകാല ചരിത്രത്തിൻ്റെ ആഴിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങളുടെ IRSഉം IASഉം IFSഉം എല്ലാം കൂടി തിരിഞ്ഞു നോക്കിയാൽ ഈ കിട്ടിയത് മുഴുവനും ഒരു പൈസക്കാരെ വീട്ടിലൊന്നുമല്ല. കഴിഞ്ഞ പ്രാവശ്യം IAS കിട്ടിയത് ഒരു മദ്രസാധ്യാപകൻ്റെ മകനാണ്. ഒരു 2500-3000 എഞ്ചിനീയർമാരുണ്ട്, 2000 MBBS ഡോക്ടർമാരുണ്ടാക്കിയിട്ടുണ്ട്. ഈ സമയത്തിൻ്റെ ഇടയിൽ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. ബഷീർ അടരിക്കോട് എന്ന മാനേജർക്ക് വലിയ എന്നും അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യം തന്നെയാണ് എല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് പൂർവികരായി കാണിച്ചു തന്ന് ആ കഷ്ടപ്പാടിൻ്റെയും കണ്ണീരിൻ്റെയും ഒരു ചരിത്രത്തിൻ്റെ കഥ ഉണ്ടായിരുന്ന സമയത്ത് അവരായിട്ട് കാണിച്ചു തന്നെ ആ ഊർജ്ജം സാറിൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ഒരു പക്ഷേ ആ ഓർമ്മകൾ അയവിറക്കുമ്പോൾ വാക്കുകൾ വികാരാധീനാവുകയാണ്. അന്നൊരു വിശപ്പിൻ്റെ കാലഘട്ടത്തിൽ അവരത് ചെയ്തു എന്നുള്ളതാണ്. അക്ഷരാഭ്യാസം പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു ജാഹിലിയ, അതായത് അക്ഷരാഭ്യാസമൊന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ അവർക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് ഉച്ചയ്ക്ക് ഒരു നേരത്തെ കഞ്ഞി കൊടുത്തുകൊണ്ടാണ് അവർ കുട്ടികളെ പഠിപ്പിച്ചത്. പക്ഷേ അധികം കുട്ടികളും ഉച്ചവരെ സ്കൂൾ വന്നേയുള്ളൂ. ഇന്ന് കഞ്ഞി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരൊരിക്കലും വരില്ലായിരുന്നു. പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡൊക്കെ ഈ കുട്ടികൾക്ക് റവയും പാലൊക്കെ കൊടുത്തത്. അതിൻ്റെ മുമ്പ് മുഴുവൻ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കുകയായിരുന്നു.